വെൽക്കം ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ അധികം ബോറൊന്നും അടുപ്പിക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നോക്കിയടാ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ്? എന്തൊക്കെയാണ് നമ്മുടെ സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നാണ് നമ്മളിവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്താലോ അല്ലെ? നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയാണ് സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളത് അല്ലേ. നമുക്ക് 3 സ്റ്റേജസ് അല്ലേ ഉള്ളത്, 3 സ്റ്റേറ്റ് അല്ലേ നമുക്കുള്ളത്. ഏതൊക്കെയാണ്? സോളിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേജ് ഉണ്ട് അല്ലേ. അതിൽ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? സോളിഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം സോളിഡിന് എന്താണ്? ഡെഫിനേറ്റ് മാസ് ഉണ്ട്, ഡെഫിനേറ്റ് വോളിയം ഉണ്ട്, അതുപോലെ തന്നെ അവർ ക്ലോസ്ലി പാക്ക്ഡ് ആണ് അല്ലേ. അവർക്ക് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ അല്ലേ. അതിൽ ഇവിടെ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം. എന്തൊക്കെയാ ഫസ്റ്റത്തെ പോയിന്റ്? Have definite mass. Next point ഏതാ? Have definite shape. പിന്നെ എന്താ? ക്ലോസ്ലി പാക്ക്ഡ് ആണ് അല്ലേ. അവരെന്താ? ക്ലോസ്ലി പാക്ക്ഡ് ആണ്. പിന്നെ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എങ്ങനെയാണ്? ലിമിറ്റഡ് അല്ലേ. ഗ്യാസസിനെ പോലെയോ അല്ലെങ്കിൽ ലിക്വിഡിനെ പോലെയോ അവർക്ക് ഇങ്ങനെ അലിഞ്ഞിരുന്ന് നടക്കാൻ പറ്റുമോ? ഇല്ലാല. അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്താണ്? ലിമിറ്റഡ് അല്ലേ. അപ്പൊ അതും ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ എന്താണ്? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് ലിമിറ്റഡ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താ? ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇൻടു ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസസ്. നമുക്ക് ഇവിടെ കുറച്ച് സബ്സ്റ്റൻസസ് തന്നിട്ടുണ്ട് അല്ലെ. ഈ സബ്സ്റ്റൻസസിനെ നമുക്ക് എടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? സോളിഡും ലിക്വിഡും ഗ്യാസസും ആയിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ? സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസസ് ഏതൊക്കെ, അതുപോലെ തന്നെ ഗ്യാസസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസസ് ഏതൊക്കെ, ഇങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ സബ്സ്റ്റൻസസ് ഉള്ളത്? വാട്ടർ തന്നിട്ടുണ്ട് അല്ലെ നമുക്ക്. ആൻഡ് ഓൾസോ തന്നിട്ടുണ്ട് ഐസ് തന്നിട്ടുണ്ട്, ബുക്സ് തന്നിട്ടുണ്ട്, ബലൂൺ തന്നിട്ടുണ്ട്, പെൻസിൽ തന്നിട്ടുണ്ട്, മിൽക്ക് ഉണ്ട്, ആൻഡ് ഓൾസോ വുഡൻ ബ്ലോക്ക് ഉണ്ട്. സിമ്പിൾ അല്ലേ? നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നേ അല്ലെ. അപ്പൊ എന്താ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേബിൾ വരയ്ക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. വാട്ടർ എന്താണ്? വാട്ടർ നമുക്കറിയാം അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് ആണല്ലേ. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ വാട്ടർ ഏത് കാറ്റഗറി പെടും? ലിക്വിഡിൽ പെടും അല്ലേ. അപ്പൊ വാട്ടർ ഏതാ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇനി ഐസ്. ഐസ് നമുക്കറിയാം അല്ലെ, കല്ല് പോലെ ഉറച്ചിരിക്കുന്നല്ലേ. അപ്പൊ എന്താ? അത് സോളിഡ് സ്റ്റേറ്റിൽ പെടും. അപ്പൊ എന്താണ്? ഐസ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ പെട്ടാണ്. ആൻഡ് ഓൾസോ ബുക്സ്. ബുക്സും എന്താ? സോളിഡ് തന്നെ അല്ലേ. അപ്പൊ എന്താ? ബുക്സും സോളിഡ് സ്റ്റേറ്റിൽ വരും. ബലൂൺ. ബലൂൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഊതി വീർപ്പിക്കുന്നല്ലേ അല്ലേ. അപ്പൊ അത് ഏത് സ്റ്റേറ്റിൽ പെടും? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പെടും. പെൻസിൽ. പെൻസിൽ ഏത് സ്റ്റേറ്റിലാ പെടാ? എന്റെ കയ്യിൽ ഇപ്പൊ ഒരു മാർക്കർ പെൻ ഉണ്ട്. ഇത് ഏത് സ്റ്റേറ്റിലാ? ലിക്വിഡ് സ്റ്റേറ്റിലാണോ? അല്ലാലോ. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണോ? അല്ലാലോ. അത് ഏത് സ്റ്റേറ്റിലാ? സോളിഡ് സ്റ്റേറ്റിലല്ലേ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിലാണ് ആര് പെടാ? പെൻസിൽ പെടാ അല്ലേ. അപ്പൊ പെൻസിലും
സോളിഡ് സ്റ്റേറ്റിൽ വിടും. പിന്നെ നമ്മുടെ മിൽക്ക് ഒരു ലിക്വിഡ് അല്ലേ? അപ്പൊ മിൽക്കും എവിടെ തന്നെ വിടും? ലിക്വിഡ് സ്റ്റേറ്റിൽ വിടും. ഞാനാ വുഡൻ ബ്ലോക്ക് അല്ലേ? വുഡൻ ബ്ലോക്ക് ഏത് സ്റ്റേറ്റിലാണ് വിടാം? ഓഫ് കോഴ്സ് സോളിഡ് സ്റ്റേറ്റിലാണ് വിടാം. വുഡൻ ബ്ലോക്കോ സോളിഡ് സ്റ്റേറ്റിലാണ് വരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What are the changes that happen to the following properties when heat is absorbed? നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ കാര്യങ്ങള് നമുക്ക് സോളിഡും ലിക്വിഡും ഗ്യാഷ്യസ് സ്റ്റേറ്റില് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കുക എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോളിഡ് സ്റ്റേറ്റ് ആവട്ടെ, ലിക്വിഡ് സ്റ്റേറ്റ് ആവട്ടെ, ഗാഷ്യസ് സ്റ്റേറ്റ് ആവട്ടെ, അവർ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നോക്കിയേ, എനർജി ഓഫ് പാർട്ടിക്കിൾസിന് എന്താ സംഭവിക്കുക ഹീറ്റ് കൊടുക്കുമ്പോ? Of course എനർജി എന്ത് ചെയ്യും? ഹീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? എനർജി കൂടും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസോ? എനിക്ക് എനർജി കിട്ടി, ഇപ്പൊ ഞാൻ എനിക്ക് ഓടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും ഇൻക്രീസ് അല്ലേ ചെയ്യാ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കുറയണോ കൂടെയാണോ ചെയ്യാ? എന്നാലോചിച്ച് നോക്കി. ഇങ്ങനെ ഇരുന്ന ആൾക്കാര് എനർജി കിട്ടിയപ്പോ എണീറ്റ് ഓടി. അപ്പൊ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കുറഞ്ഞില്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസസ് ആണ് അല്ലേ? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസസ്. ഇനി മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസോ? ഓടല്ലേ എന്ന് വെച്ചാൽ എന്താ? മൂവ്മെന്റ് കൂടെയാണ് അല്ലേ? അപ്പൊ മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസും ഇൻക്രീസ് തന്നെയാണ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആവട്ടെ, ഗാഷ്യസ് സ്റ്റേറ്റ് ആവട്ടെ, ഇവർക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ചേഞ്ചസ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Choose the statement which are suitable for gas. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ഗ്യാസസിന്റെ കേസിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ്? പാർട്ടിക്കിൾസ് ഹാവ് ലെസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. പാർട്ടിക്കിൾസിന് സഞ്ചരിക്കാനായിട്ട് അധികം മൂവ്മെന്റ് ഓഫ് ഫ്രീഡം ഒന്നുമില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ വെരി ലാർജ്. എന്താ? പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെയധികം കൂടുതലാണ്. പാർട്ടിക്കിൾസ് റിമൈൻസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾസ് എല്ലാവരും വളരെ ഇങ്ങനെ അടക്കി വെച്ചേക്കണ മാതിരി ഇരിക്കുന്ന പറഞ്ഞേക്കുന്നത്. The energy of particles is very high. പാർട്ടിക്കിൾസിന്റെ എനർജി വളരെയധികം കൂടുതലാണ്. ഇതിൽ ഏതാണ് ഗ്യാസസിന് ആപ്റ്റ് ആയിട്ടുള്ള സംഭവം? ഏതാ? പാർട്ടിക്കിൾസിന് ലെസ് ഫ്രീഡം ആണോ നമ്മുടെ ഗ്യാസസിനുള്ളത്? അല്ലല്ലോ, മോർ ഫ്രീഡം അല്ലേ ഉള്ളത്. അപ്പൊ അത് തെറ്റാണ് അല്ലേ? അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ വെരി ലാർജ്. ഓഫ് കോഴ്സ് അല്ലേ? ഗ്യാസസിന്റെ കേസിൽ എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെയധികം കൂടുതലാണ്. അപ്പൊ അത് ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ടിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നോക്കിയേ, പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾസ് എല്ലാവരും ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നാ പറയുന്നത്. ആണോ? അല്ലല്ലോ. അടക്കി വെച്ച മാതിരിയാണോ പാർട്ടിക്കിൾസ് ഇരിക്കുന്നേ? അല്ലല്ലോ. അപ്പൊ അതും ഗ്യാസസിന്റെ കേസിൽ ശരിയല്ല. ഇനി നോക്കിയേ, ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. എനർജി ലെവൽ എങ്ങനെയാ പോവാ? ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്യാസിനാണ് എനർജി ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ആർക്കാ പിന്നെ ഉണ്ടാവുക? പിന്നെ ഉള്ളത് ലിക്വിഡ്. പിന്നെ ഓഫ് കോഴ്സ് അടുത്തത് ആരാ ഉള്ളത്? സോളിഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കാ? ഗ്യാസിനല്ലേ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. സെറ്റ് അല്ലേ? അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സം പ്യൂർ സബ്സ്റ്റൻസസ് ആർ ഗിവൺ ബിലോ. ചില ശുദ്ധ പദാർത്ഥങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, വാട്ടർ ആൻഡ് ഷുഗർ. കാർബൺ ഡയോക്സൈഡും നൈട്രജനും വാട്ടറും ഷുഗറും ആണ് നമുക്ക് തന്നിട്ടുള്ള പ്യൂർ സബ്സ്റ്റൻസസ്. ഇതില് ഓട് 1 എടുത്ത് പുറത്തേക്ക് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഓട് 1 എടുത്ത് പുറത്തേക്ക് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ്
CO2 ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. നൈട്രജൻ N2 ആണ്. ഓക്കെ, ഇനി വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. ഓക്കെ, ഷുഗറോ C6H12O6 അല്ലെ. ഇതില് എല്ലാവരും കോമ്പൗണ്ട് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ, ഒരാള് മാത്രം ഇവിടെ നമ്മുടെ എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളുണ്ട്. അത് ആരാ? നൈട്രജൻ അല്ലേ അല്ലേ. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ആരാ ഇവിടുത്തെ ഓട് വൺ? നൈട്രജൻ അല്ലേ. ബാക്കി എല്ലാവരും എന്താ ഒരു കോമ്പൗണ്ട് സ്റ്റേജ് മാതിരി ഇരിക്കുമ്പോ നമ്മുടെ നൈട്രജൻ മാത്രം എന്താ എലമെന്റൽ സ്റ്റേജിലായിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ആരാണ് ഓട് വൺ ഇവിടെ? നൈട്രജൻ അല്ലേ. അപ്പൊ നമുക്ക് നൈട്രജൻ ആണ് ഇവിടത്തെ ഓട് വൺ. ഓക്കെ, സെറ്റ് അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The figure shows the change of state. Analyze the figure and find the name of the process. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഫിഗർ ആണിത് അല്ലേ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ ഫിഗർ ആണ് അല്ലേ. വളരെ പരിചയമുള്ള ഒരു ഫിഗർ ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ ഫിഗർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ലിക്വിഡ് ടു സോളിഡ് ആവുന്ന പ്രോസസ്സിനെ നമുക്ക് എന്താ പറയാ? ലിക്വിഡ് ടു സോളിഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? എപ്പോഴും എന്ത് സോളിഡ് ആവട്ടെ, ഇപ്പൊ ലിക്വിഡ് ആണ് സോളിഡ് ആവുന്നതെങ്കിലോ അല്ലെങ്കിൽ ഗ്യാസ് ആണ് സോളിഡ് ആവുന്നതെങ്കിലോ നമ്മൾ എന്താ പറയാ? ആ സ്റ്റേറ്റിനെ സോളിഡിഫിക്കേഷൻ എന്നല്ലേ ആ പ്രോസസ്സിനെ പറയാ. അപ്പൊ അതിന്റെ പേരാണ് എന്ത്? സോളിഡിഫിക്കേഷൻ. ഇനി നേരെ തിരിച്ച് സോളിഡ് ആണ് ലിക്വിഡ് ആവുന്നതെങ്കിൽ എന്താ പറയാ? സോളിഡിൽ ഇരിക്കുന്ന ഒരു വസ്തു ലിക്വിഡ് ആയി മാറി. അതിനെന്താ പറയാ നമ്മ? ലിക്വിഫാക്ഷൻ എന്നാണ് പറയാ അല്ലേ. സോളിഡിൽ ഇരിക്കുന്ന ഒരു വസ്തു എന്തായിട്ട് മാറി? ലിക്വിഡ് ആയിട്ട് മാറി. അപ്പൊ അതിനെന്താ നമ്മ പറയാ? ലിക്വിഫാക്ഷൻ. ലിക്വിഫാക്ഷൻ എന്നാണ് പറയാ. ഇനി നോക്കിയേ, സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറി. എന്താ? സോളിഡിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസസ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറി. അതിനെന്താ നമ്മ പറയാ? സബ്ലിമേഷൻ എന്നല്ലേ പറയാ. സോളിഡിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറിയാൽ നമ്മൾ അതിനെന്ത് പറയും? സബ്ലിമേഷൻ. സോളിഡ് ടു ഗ്യാസ്, ആ പ്രോസസ് ആണ് സബ്ലിമേഷൻ. ഇനി നേരെ ഗ്യാസ് നേരെ സോളിഡ് ആയിട്ട് മാറി. എന്താ? ഗ്യാസ് നേരെ സോളിഡ് ആയിട്ട് മാറി. അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. ഗ്യാസ് ടു സോളിഡ്. സോറിടാ, ഗ്യാസ് ടു സോളിഡാ പറഞ്ഞിട്ടുള്ളത്. ഗ്യാസ് ടു സോളിഡ് എങ്ങനെയാണ്? ഗ്യാസ് ടു സോളിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏതൊരു വസ്തു സോളിഡ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിലും ആ പ്രോസസ്സിന് എന്താ നമ്മ പറയാ? സോളിഡിഫിക്കേഷൻ അല്ലേ. അപ്പൊ ഗ്യാസ് ടു സോളിഡ് എന്ന് പറയുമ്പോ പ്രോസസ് ഏതാ? അവിടെ സോളിഡിഫിക്കേഷൻ തന്നെയല്ലേ വരാ. ആ സോളിഡിഫിക്കേഷൻ ആണ് അവിടുത്തെ പ്രോസസ്. സോളിഡിഫിക്കേഷൻ. ഇനി നോക്കാം, ഗ്യാസ് ടു ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. ഗ്യാസ് ലിക്വിഡ് ആവുമ്പോ ഏതാ പ്രോസസ്? ഗ്യാസ് ടു ലിക്വിഡ്. പിന്നെ ഇവിടെ ഒരാളുകൂടെ ഉണ്ടല്ലോ. ആരാ? ലിക്വിഡ് ടു ഗ്യാസ് അല്ലെ. ലിക്വിഡ് ടു ഗ്യാസും ഗ്യാസ് ടു ലിക്വിഡ് ഉണ്ട്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ് ഏതാ? ലിക്വിഡ് നീരാവി ആയിട്ട് പോകുന്നു. ആ പ്രോസസ് ഏതാ? വാപ്പറൈസേഷൻ അല്ലേ. അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയാ, അല്ലെങ്കിൽ വാപ്പറൈസേഷൻ എന്ന് പറയാ. ഏതാ? ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡ് ടു ഗ്യാസ് ഏതാ? ലിക്വിഡ് ടു ഗ്യാസ് വേപ്പറൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ സാധനം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which method is used to separate the components of a mixture with slight variation in their boiling point? നമുക്കൊരു മിശ്രിതം തന്നിട്ടുണ്ട്. അതിലുള്ള കോമ്പണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. പക്ഷേ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താ?
ആ മിക്സ്ചേഴ്സിലെ കോമ്പണൻസ് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ളൂ. അപ്പൊ നമുക്കറിയാലോ, വലിയ വ്യത്യാസമാണ് ബോയിലിംഗ് പോയിന്റിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? അഫ്കോഴ്സ് നമുക്കറിയാലേ ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ചെറിയ വ്യത്യാസമാണ് ബോയിലിംഗ് പോയിന്റിലെങ്കിലോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുക. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇത്രയുള്ളൂ. നമ്മളടുത്ത് ആ മെത്തേഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് കേട്ടോ. ഇനി നമുക്കിതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. എ ബി സി എന്ന് പറയുന്ന 3 ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് എ പറയുന്ന ടേബിള് ബിയിൽ ഏതാണ് ശരി, ബി എന്ന് പറയുന്ന ടേബിളിനോട് സാമ്യമായിട്ടുള്ളത് സിത്തെ ഏത് കള്ളിയാണ്, ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മാച്ച് ദ ടേബിൾ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ. നമുക്കൊരു മിക്സ്ചർ തന്നിട്ടുണ്ട്, അത് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ ആണ്. നമുക്കറിയാം, നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെയും ഡിസ്റ്റിലേഷന്റെയും ഒക്കെ എക്സാമ്പിൾ നമ്മൾ നല്ലോണം പഠിച്ചതാണ്. എന്താ? മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ. അസറ്റോണിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചർ തന്നിട്ടുണ്ട്. ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഏതൊക്കെയാ? സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. സെൻട്രിഫ്യൂഗേഷൻ എല്ലാം നമുക്ക് അറിയാം ഓൾറെഡി അല്ലെ? കാരണം സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ മാസിൽ ഡിഫറൻസ് വരുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ എഴുതാം. പക്ഷെ സെൻട്രിഫ്യൂഗേഷൻ എല്ലാം നമുക്ക് ഓൾറെഡി മനസ്സിലായി. പിന്നെ ആരാ ഉള്ളത്? ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്. വാട്ടറും അസറ്റോൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവൂലേ ആരാ? ആ ഡെസ്റ്റിലേഷൻ ആണ് അവിടുത്തെ പ്രോസസ് അല്ലേ? അപ്പൊ ഏത് പ്രോപ്പർട്ടി അവിടെ യൂസ് ചെയ്യുന്നത്? ലാർജ് ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിന്റ് ഓഫ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, മിക്സ്ചർ ഓഫ് പെട്രോൾ ആൻഡ് കെറോസിൻ. കെറോസിന്റെയും അതുപോലെ തന്നെ പെട്രോളിന്റെയും ഒരു മിക്സ്ചർ. അപ്പൊ ഏതായിരിക്കും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ? കാരണം അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ അധികം വ്യത്യാസമില്ല. അപ്പൊ ഏതാ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇട്ട് കൊടുക്കാം. അപ്പൊ ഏത് പ്രോപ്പർട്ടിയാ അവിടെ? സ്മോൾ ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയേ, ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ്. ബ്ലഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ബ്ലഡ് സെൽസ് വേർതിരിച്ചെടുക്കണം. അപ്പൊ നമുക്കറിയാം മാസ് ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഏതാ? സെൻട്രിഫ്യൂഗേഷൻ അല്ലേ? സെൻട്രിഫ്യൂഗേഷൻ, ഡിഫറൻസ് ഇൻ ദി മാസ് ഓഫ് കോമ്പൗണ്ട്സ്. അപ്പൊ അത് അത്രയേ ഉള്ളൂ ടേബിള്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബ്ലാക്ക് ഇങ്ക് ഇൻ എ സ്കെച്ച് പെൻ ഈസ് എ മിക്സ്ചർ അല്ലെ? എൻ്റെ ഇപ്പൊ ഒരു ബ്ലാക്ക് ഇങ്ക് ഉണ്ട്. സ്കെച്ച് പെന്നില ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്നത് എന്താ? ഒരു മിക്സ്ചർ ആണെന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു മിശ്രിതമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, which method is used to separate components from this mixture? ഈ മിക്സ്ചറിലുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആകെ ഒരു പ്രക്രിയയെ നമ്മൾ ആകെ ഒരു മെത്തേഡേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഏത്? ഇങ്കിൽ നിന്ന് കോമ്പണൻസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ഒരു മെത്തേഡല്ലേ പഠിക്കുന്നുള്ളൂ. ഏതാ മെത്തേഡ്? ഓഫ് കോഴ്സ് ക്രോമാറ്റോഗ്രഫി ആണ് അല്ലെ? ക്രോമാറ്റോഗ്രഫി ആണ് മെത്തേഡ്. ഇനി നോക്കിക്കേ, സജസ്റ്റ് അനദർ എക്സാമ്പിൾ വേർ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. നമ്മൾ ഇങ്കിൽ നിന്ന് കോമ്പണൻസിനെ വേർതിരിച്ചെടുക്കാനാണ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ഏതാ? വേറൊരു എക്സാമ്പിളും കൂടെ ക്രോമാറ്റോഗ്രഫി യൂസ് ആക്കുന്ന സന്ദർഭത്തെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരു എക്സാമ്പിളും കൂടെ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഏതാ എക്സാമ്പിള്? നമ്മൾ പഠിച്ചതാണല്ലേ? ഏതാ? ടു സെപ്പറേറ്റ് കോമ്പണൻസ് ഫ്രം ഡൈ. ടു സെപ്പറേറ്റ് കോമ്പണൻസ് ഫ്രം ഡൈസ്. ഡൈയിൽ നിന്ന് കോമ്പണൻസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോമാറ്റോഗ്രഫി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ടു സെപ്പറേറ്റ് കോമ്പണൻസ് ഫ്രം ഡൈസ്. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, സം സബ്സ്റ്റൻസസ് ആൻഡ് their boiling points are given in the table. കുറച്ച് സബ്സ്റ്റൻസസും അവരുടെ ബോയിലിംഗ് പോയിന്റും ഈ ടേബിളിൽ തന്നിട്ടുണ്ട്.
ഇനി ക്വസ്റ്റ്യൻ നോക്കാം. Which method can be adopted for the separation of components from a mixture of ethanol and methanol? Write the reason for choosing this method. ഒന്ന് നോക്കിക്കേ, ഏതൊക്കെയാ സബ്സ്റ്റൻസസ്? വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 78 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. മെത്തനോളിന്റെയോ 65 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ? എത്തനോളും മെത്തനോളും ഒരു മിശ്രിതമായിരിക്കുമ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ആ മെത്തേഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസണും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതില് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78 ഡിഗ്രി ആണ് അല്ലേ? ആൻഡ് ഓൾസോ മെത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണ്. വാട്ടറിന്റെ ആണെന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി. അപ്പൊ നമുക്കറിയാലോ വലിയ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യാ? ഡിസ്റ്റിലേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? അപ്പൊ ചെറിയതാണെന്നുണ്ടെങ്കിലോ ചെറിയ ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റിനുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യാ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, എത്തനോളിനും മെത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യാ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിരിക്കും യൂസ് ചെയ്യാ. അപ്പൊ ഏതാ മെത്തേഡ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. റീസൺ എന്താ? Because they only have a small difference in their boiling point. അല്ലേ? അവരുടെ ബോയിലിംഗ് പോയിന്റുകളിൽ തമ്മിൽ ആകെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. Because they only have small difference in their boiling point. അതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റും ഒരു ക്രോമറ്റോഗ്രഫി ബേസ്ഡ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എന്താ? ബ്ലാക്കിംഗ് കണ്ടല്ലേ? നോക്കിയേ, blacking falls on a wet newspaper. Some color developed on the spot when ink spreads. What is the reason for the formation of color? എൻ്റെ ഒരു ബ്ലാക്ക് ഇങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, മിസ്സിൻ്റെ ഒരു എന്തുണ്ടായിരുന്നു? ബ്ലാക്ക് ഇങ്ക് ഉണ്ടായിരുന്നു. സോ അതെന്ത് ചെയ്തു? ഒരു നനഞ്ഞ ന്യൂസ് പേപ്പറിലോട്ട് വീണു. ഓക്കെ, അറിയാണ്ട് ഒരു നനഞ്ഞ ന്യൂസ് പേപ്പറിലോട്ട് എന്ത് ചെയ്തു? വീണുപോയി. അപ്പോ അവിടെ ആ വീണ സ്ഥലത്ത് എന്ത് ചെയ്തു? കുറച്ച് കളറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ഇങ്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കളറൊക്കെ എന്ത് ചെയ്തു? അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ? ഈ കളറ് ഡെവലപ്പ് ചെയ്യാനുണ്ടായ റീസൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലേ, ആ ന്യൂസ് പേപ്പറിൽ എന്തുണ്ടാവും? കുറെ ഇങ്ങനെ മൈക്രോസ്പോർസ് ഉണ്ടാവും അല്ലെ? കുറെ സുഷിരങ്ങൾ ഉണ്ടാവും. ഈ സുഷിരങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഈ ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലാക്ക് ഇങ്കിൽ എന്താ? കുറെ പിഗ്മെന്റ്സ് ഉണ്ട് അല്ലെ? ഈ പിഗ്മെന്റ്സ് ഒക്കെ എന്താണ്? ആ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും അല്ലെ? അപ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? ആ കളർ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ബ്ലാക്ക് ഇങ്ക് contains a lot of pigments when it's spread to the newspaper. The thing that is happening there is the pigments of black ink is separated.
within the microspore of the newspaper. എന്താ പറഞ്ഞിട്ടുള്ളത്? Black ink contains a lot of pigments. When it's spread to the newspaper, the thing that is happening there is the pigments of the black ink is separated within the microspore of the newspaper. അല്ലെ ബ്ലാക്ക് പിങ്കില് അല്ലെ ബ്ലാക്ക് ഇങ്കില് ബ്ലാക്ക് പിങ്ക് എന്നൊക്കെ പറയുന്നത്. ബ്ലാക്ക് ഇങ്കില് കുറെ അധികം പിഗ്മെന്റ്സ് ഉണ്ട്. ഈ പിഗ്മെന്റ്സ് ഒക്കെ എന്താണ് സെപ്പറേറ്റ് ആവും അല്ലെ. നമ്മുടെ ന്യൂസ് പേപ്പറിൽ കുറെ സുഷിരങ്ങളുണ്ട്, കുറെ മൈക്രോസ്പോർസ് ഉണ്ട്. ഇതിൽ കൂടെ ഇതെന്ത് ചെയ്യും? സെപ്പറേറ്റ് ആകും. അപ്പോഴാണ് അവിടെ ആ ഒരു കളർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് വേ ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഫ്രോം എ മിക്സ്ചർ? ഈ ഇങ്ങനെയുള്ളൊരു മിക്സ്ചറിൽ നിന്ന് ആ കളർ കോമ്പണൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ആക്കുന്നത്? അഫ്കോഴ്സ് നമുക്കറിയാമല്ലേ, ക്രോമറ്റോഗ്രഫി ആണ് യൂസ് ആക്കുന്ന മെത്തേഡ്. ഏതാ? chromatography. അപ്പൊ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് write the difference between fractional distillation and distillation. Fractional distillationന്റെയും ഡിസ്റ്റിലേഷന്റെയും ഡിഫറൻസസ് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിലുള്ള വ്യത്യാസം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാലേ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോ it is the separating method used to separate the components of a mixture having small difference in their boiling point. Small difference in their boiling point. അല്ലേ? നമ്മ ഒരു മിശ്രിതത്തിത്ത കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ആ മിക്സ്ചറുകളുടെ കമ്പോണൻസുകളിൽ തമ്മിൽ എന്താ ചെറിയ വ്യത്യാസമേ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ അല്ലേ? അപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പൊ നമ്മുടെ ഡിസ്റ്റിലേഷൻ എന്തായിരിക്കും? മെത്തേഡ് used to separate the components having small difference in their boiling point. അല്ലേ? ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോറിയടാ, സ്മോൾ ഡിഫറൻസ് അല്ലല്ലോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ചെറിയ ഡിഫറൻസുകളുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ ബോയിലിംഗ് പോയിന്റിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലോ നമ്മുടെ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. From Ammu's hand, the bottle containing coconut oil fell into a bucket containing water. നമ്മുടെ അമ്മുവിന്റെ കയ്യില് എന്തുണ്ടായിരുന്നു? ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അല്ലെ? ബോട്ടിൽ കണ്ടെയ്നിങ് കോക്കനട്ട് ഓയിൽ ഫെൽ ഇൻ ടു എ ബക്കറ്റ് കണ്ടെയ്നിങ് വാട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമ്മുവിന്റെ കയ്യിൽ ഒരു കുപ്പിയിൽ നിറച്ചും വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ വെളിച്ചെണ്ണ എന്ത് പറ്റി? ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു ബക്കറ്റിൽ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിലോട്ട് അമ്മുവിന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീണു.
ഓക്കെ, ഞാനാണ് അമ്മൂന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു കുപ്പി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ഈ വെളിച്ചെണ്ണ എന്ത് സംഭവിച്ചു? എന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ഒരു ബക്കറ്റ് നിറച്ചുള്ള വെള്ളത്തിലോട്ട് വീണു. ഓക്കെ, ഇനി നോക്കിയേ, ഇസ് ഇറ്റ് പോസിബിൾ ടു സെപ്പറേറ്റ് ഓയിൽ ആൻഡ് വാട്ടർ? അപ്പോൾ ഇങ്ങനെ വീണ ഓയിലിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമില്ലേ? നമുക്കറിയാം, സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലേ? അല്ലേ? യെസ്, ഇറ്റ് ഈസ് ഓക്കെ ടു സെപ്പറേറ്റ്. അല്ലേ? യെസ്, it is possible to separate. Possible to separate using എന്ത് ഉപയോഗിച്ചുകൊണ്ടാ? Using a separating funnel. Using a separating funnel. Separating funnel ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അമ്മൂന്റെ കയ്യിലുള്ള ഈ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതേ ചോദിച്ചിട്ടുള്ളൂ അതില്. ഇനി അടുത്തതാണ് എന്ത്? കംപ്ലീറ്റ് ടേബിൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ എങ്ങനെ ഇതെല്ലാം ബാധകമാകുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. എബിലിറ്റി ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. എനിക്കിപ്പോ എനങ്ങാനായിട്ടുള്ള ശേഷി, അതാണ് അവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എബിലിറ്റി ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. നോക്കിയേ, ചേഞ്ച് ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോ ചലനശേഷി കൂടോ കുറയോ? ഇതിങ്ങനെ ഇരുന്ന ആൾക്കാര് കുറച്ച് ലൂസ് ആവുകയാണ്. അപ്പൊ ചലനശേഷി കൂടോ കുറയോ? എന്താ സംഭവിക്കുക? അഫ്കോഴ്സ് കൂടും അല്ലേ. ടൈറ്റ് ആയിട്ടിരുന്ന ആള് കുറച്ച് ലൂസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ മൂവ്മെന്റ് കൂടെയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ചലനശേഷി കൂടും. അപ്പൊ എന്താ? മൂവ്മെന്റ് ഇൻക്രീസസ് ആണ് അല്ലേ, ഇൻക്രീസസ് ആണ്. ഇനി നോക്കിയേ, ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. ഭയങ്കര പാറി പറന്ന് നടന്നിരുന്ന ആൾക്കാര് കുറച്ച് ടൈറ്റ് ആവണം. അപ്പൊ ചലനശേഷി കൂടണോ കുറയണോ ചെയ്യാ? കുറയല്ലേ ചെയ്യാ. അപ്പൊ എന്താ സംഭവിക്കുക? മൂവ്മെന്റ് ഡിക്രീസസ്. ഇനി അടുത്തെന്താ? ലിക്വിഡ് സോളിഡ് ആവുന്നു. കുറച്ച് ലൂസ് ആയിരുന്ന ആൾക്കാർ എന്ത് ചെയ്യണ? ടൈറ്റ് ആവുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? അഫ്കോഴ്സ് കുറയും അല്ലേ. ചലനശേഷി എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്താ സംഭവിക്കുക? ഡിക്രീസ് ആണ്, ഡിക്രീസസ്. ഇനി അടുത്ത എന്താ? സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് ആവുമ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെയ്യുന്നത്? സോളിഡിൽ നിന്ന് എന്താവുന്നു? ലിക്വിഡ് ആവുന്നു. സോളിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ എടുത്തെടുത്തിരിക്കുന്ന ആൾക്കാരില്ലേ, അവരെന്താവാണ്? ലിക്വിഡ് ആകുന്നു. ലിക്വിഡ് ആകുമ്പോൾ അവിടുത്തെ സ്പേസ് ഡിക്രീസ് ആണോ ഇൻക്രീസസ് ആണോ? അഫ്കോഴ്സ് നമുക്കറിയാം അല്ലേ. എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? സോളിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. ലിക്വിഡിലോട്ട് ആകുമ്പോൾ കുറച്ച് ലൂസ് ആവുകയാണ്. അപ്പൊ സ്പേസ് ഇൻക്രീസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ സ്പേസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ചേഞ്ച് ഓഫ് ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പാറി പറന്ന് നടക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവർ കുറച്ചും കൂടെ ടൈറ്റ് ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസിന്റെ തമ്മിലുള്ള അകലം എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താ? ഡിക്രീസ് ആണ് ചെയ്യുന്നത്, ഡിക്രീസസ്. ഇനി നോക്കിക്കേ, ചേഞ്ച് ഓഫ് ലിക്വിഡ് ഇൻ ടു സോളിഡ്. കുറച്ച് ലൂസ് ആയിരുന്ന ആൾക്കാർ കുറച്ച് ടൈറ്റ് ആയി. അപ്പൊ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കുറയല്ലേ ചെയ്യുന്നത്. കുറച്ച് ലൂസ് ആയിരുന്നു, ലൂസ് ആയപ്പോ എന്തുണ്ടായിരുന്നു? കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ടൈറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ടൈറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസസ് ആണ് അല്ലേ. അപ്പൊ അതും ഡിക്രീസസ്. ഇനി നോക്കിയേ, എനർജി ഓഫ് പാർട്ടിക്കിൾസ്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഗ്യാസിനാണ്, പിന്നെ ലിക്വിഡിനാണ്, പിന്നെ സോളിഡിനാണ് അല്ലെ. അപ്പൊ എനർജി ഓഫ് പാർട്ടിക്കിൾസ് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോൾ എന്താ? സോളിഡിന് ഏറ്റവും കുറവാണ് എനർജി. ലിക്വിഡിലോട്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻക്രീസ് അല്ലേ ചെയ്യുന്നത്. അപ്പോ ഇൻക്രീസസ്. ഇനി ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആവുന്നു. ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആവുമ്പോൾ ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടായിരുന്നത്. അത് ലിക്വിഡിലോട്ട് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? ഡിക്രീസസ്. അടുത്തത് ലിക്വിഡ്
ലിക്വിഡ് ഇൻറ്റു സോളിഡ്. അഫ്കോഴ്സ് നമുക്കറിയാലേ സോളിലോട്ട് വരുമ്പോൾ എന്താണ് ഏറ്റവും കുറവാണ് എനർജി. അപ്പൊ എന്താ സംഭവിക്കുന്നത്, പിന്നെയോ ഡിക്രീസസ്. ഓക്കെ, സെറ്റ് അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. നോക്കിയടാ, ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാം. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സെപ്പറേറ്റിംഗ് ഫണലിന്റെ പിക്ചർ ആണ് അല്ലെ. ഏതാണ് ഈ പിക്ചർ? സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണലിന്റെ ആണ് ഈ പിക്ചർ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് അപ്പാരറ്റസ്? ഈ അപ്പാരറ്റസിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താ, സെപ്പറേറ്റിംഗ് ഫണൽ ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, fill 1/4 of this apparatus with kerosene and add equal amount of water. ഈ അപ്പാരറ്റസിന്റെ 1/4 ഭാഗം എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കെറോസിൻ വെച്ച് ഫില്ല് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ കെറോസിൻ എത്രയാണോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അത്രയും തന്നെ എന്ത് ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, വാട്ടറും ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, നല്ലോണം ഷെയ്ക്ക് ചെയ്യുക, നല്ലോണം കുലുക്കുക. കീപ് അസൈഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ആൻഡ് ഒബ്സർവ് വിച്ച് ലിക്വിഡ് ഈസ് സീംഡ് അറ്റ് ദ ബോട്ടം. വൈ? ബോട്ടം എന്ന് പറയുമ്പോൾ എന്താ, താഴെ അല്ലേ. ഈ ഒരു സെപ്പറേറ്റീവ് ഫണലില് ഞാൻ കെറോസിനും അതുപോലെ തന്നെ ആ കെറോസിന്റെ അളവിൽ തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് നല്ലോണം കുലുക്കിയിട്ട് അത് ഒരുത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ഏത് ലിക്വിഡ് ആയിരിക്കും ബോട്ടത്തിൽ ഉണ്ടാവുക, ഏത് ലിക്വിഡ് ആയിരിക്കും ടോപ്പിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഫ്കോഴ്സ് നമുക്കറിയാം എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും ബോട്ടത്തിൽ ഉണ്ടാവുക അല്ലെ. ഏറ്റവും അടിയിൽ ഉണ്ടാവുക ആരായിരിക്കും, വാട്ടർ ആയിരിക്കും. ടോപ്പിൽ ഉണ്ടാവുന്നതോ, ടോപ്പിൽ ഉണ്ടാവുന്നത് ആരായിരിക്കും, ടോപ്പിൽ ഉണ്ടാവുന്ന ആരായിരിക്കും, വാട്ടറും കെറോസിനും അല്ലേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ടോപ്പിൽ ഉണ്ടാവുന്ന ആരായിരിക്കും, കെറോസിൻ ആയിരിക്കും. കെറോസിൻ ആയിരിക്കും. അതിന്റെ റീസൺ എന്താ, വാട്ടറിന് ഡെൻസിറ്റി കൂടുതലല്ലേ. ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാരെ താഴെയല്ലേ കിടക്കത്തുള്ളൂ അല്ലേ. വാട്ടറിനെ വെച്ച് നോക്കുമ്പോ നമ്മുടെ കെറോസിൻ എന്താണ്, ഡെൻസിറ്റി വളരെ കുറവല്ലേ. അപ്പൊ കുറവുള്ള ആൾക്കാർ എവിടെ കിടക്കും, മുകളിൽ കിടക്കും. ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാർ എവിടെ കിടക്കും, താഴെ കിടക്കും അല്ലേ. അപ്പൊ എന്താ, വാട്ടർ ഹാസ് more density when we compare it to the kerosene. So the denser liquid will be seen at the bottom and the less denser kerosene will be seen at the top. Okay, set അല്ലേ, കുഴപ്പമില്ലല്ലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Many minerals are present in ordinary water. നമ്മുടെ സാധാ വെള്ളത്തിൽ എന്താണ്, കുറെ അധികം മിനറൽസ് പ്രസന്റഡ് ആണ് അല്ലേ. Which method can be used to remove the minerals and to obtain pure water? ഈ മിനറൽസ് അടങ്ങിയിട്ടുള്ള ഈ വെള്ളത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് എനിക്ക് പ്യുവർ ആയിട്ടുള്ള വാട്ടർ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ്, മിനറൽസ് അടങ്ങിയിട്ടുള്ള ആ വെള്ളത്തിൽ നിന്ന് പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാ യൂസ് ആക്കുക, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അല്ലേ നമ്മൾ യൂസ് ആക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഏ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താം, ഡിസ്റ്റിലേഷൻ ആണ് ആ പ്രക്രിയ, ഡെസ്റ്റിലേഷൻ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ,
വാട്ട് ഈസ് ദ നെയിം ഓഫ് സച്ച് പ്യൂരിഫൈഡ് വാട്ടർ? അങ്ങനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത ആ വെള്ളത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡിസ്റ്റിലേഷൻ ചെയ്ത വാട്ടർ എന്നായിരിക്കും, ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ പ്യൂരസ്റ്റ് ഫോം ഓഫ് വാട്ടർ ഏത് വാട്ടർ ആയിരിക്കും? ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഡിസ്റ്റിൽഡ് വാട്ടർ. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? റൈറ്റ് വൺ യൂസ് ഓഫ് ദിസ് പ്യൂരിഫൈഡ് വാട്ടർ. ഈ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഒരു യൂസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഒരു യൂസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോറേജ് ബാറ്ററിയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. യൂസ്ഡ് ഇൻ സ്റ്റോറേജ് ബാറ്ററീസ്. യൂസ്ഡ് ഇൻ സ്റ്റോറേജ് ബാറ്ററീസ്. ഇനിയിപ്പോ വേറെ ഒരു എക്സാമ്പിളൂടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താനായിട്ട് സാധിക്കും? നമുക്ക് എഴുതാലേ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ നല്ലോണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്റ്റിൽഡ് വാട്ടർ, ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് നമ്മൾ യൂസ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മുടെ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സെപ്പറേറ്റീവ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇതിൽ. നോക്കിയേ, എനിക്ക് കുറച്ച് മിക്സ്ചർ തന്നിട്ടുണ്ട്. ഈ മിക്സ്ചേഴ്സിനൊക്കെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ആ മെത്തേഡാണ് നമ്മുടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എഴുതാൻ നോക്കാം. നോക്കിയേ, സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. സോൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ് തന്നിട്ടുണ്ടെങ്കിലും സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് തന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അമോണിയം ക്ലോറൈഡിന് സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ഇതിൽ കൂടെ ഏത് മെത്തേഡാ യൂസ് ചെയ്യാൻ പറ്റുക? സബ്ലിമേഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അയേൺ പൗഡർ ആൻഡ് സാൻഡും അയേൺ പൗഡറും. നമുക്കറിയാം സാൻഡും അയേൺ പൗഡറും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ അയേൺ പൗഡറിന് അല്ലേ. അപ്പൊ നമുക്ക് ഏത് മെത്തേഡാ യൂസ് ചെയ്യാൻ പറ്റുക? മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്താ? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി അടുത്തതോ കോമൺ സോൾട്ട് സൊല്യൂഷൻ. നമ്മുടെ സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ടും വെള്ളവും എനിക്ക് വേറെ ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാം? സാധാ ഡിസ്റ്റിലേഷൻ അല്ലേ. സോൾട്ടിനെയും വാട്ടറിനെയും എനിക്ക് വേറെ ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാം? സാധാ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലാട്ടോ, ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യാം. ഡിസ്റ്റിലേഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എല്ലാവരും ഈ ക്വസ്റ്റ്യനൊക്കെ റെഫർ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് നോട്ടിലേക്ക് തന്നെ എല്ലാവരും പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ചാപ്റ്ററായിട്ട് പിന്നെയും വരാം മിസ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.